വിദ്യാസാഗറിൻ്റെ +2 പൊളിറ്റിക്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അതായത് ചലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ് നമ്മൾ നിർത്തി, അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ്? ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ് ആണ്. അതായത് നാഷൻ ബിൽഡിങ്ങിൽ ഇന്ത്യ ഫേസ് ചെയ്ത ചലഞ്ചസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനെന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു പോയതും, അതിനുശേഷം പ്രിൻസിലി സ്റ്റേറ്റ്സുകളെ ഇന്ത്യയോട് ഇൻ്റഗ്രേറ്റ് ചെയ്ത പ്രോബ്ലംസും, അതുപോലെ ലിംഗ്വിസ്റ്റിക് ബേസിൽ സ്റ്റേറ്റ്സുകളുടെ ഇൻ്റഗ്രേഷൻസും നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ്, നമ്മുടെ രാജ്യം ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ് അല്ലേ? ഡെമോക്രസിയാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ ജനാധിപത്യം ഇന്ത്യക്കകത്ത് പ്രാവർത്തികമാക്കുന്നതിൽ ഇന്ത്യ ഫേസ് ചെയ്ത ചലഞ്ചസ് ആണ് ഇനി നോക്കുന്നത്. അതായത് ഫസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഫേസ് ചെയ്ത ചലഞ്ചസ്, സ്വതന്ത്ര ഇന്ത്യ ഒരു നാഷൻ ബിൽഡിങ്ങിൽ ഫേസ് ചെയ്ത ചലഞ്ചസ് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്ററിൽ ഇന്ത്യക്കകത്ത് ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ ഇന്ത്യ ഫേസ് ചെയ്യുന്ന വെല്ലുവിളികൾ എന്തൊക്കെ ആണ് എന്നതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്, ചലഞ്ച് ഓഫ് ബിൽഡിംഗ് ഡെമോക്രസി. അതായത് ഡെമോക്രസി ബിൽഡ് ചെയ്യുന്നതിൽ ഇന്ത്യ ഫേസ് ചെയ്യുന്ന ചലഞ്ച് ആണ്. ചാപ്റ്ററിന്റെ പേര് ഇറ ഓഫ് ദ വൺ പാർട്ടി ഡോമിനൻസ്, ഒരു പാർട്ടിയുടെ ആധിപത്യം, ഒരു യുഗം. അതായത് ഇവിടെ എന്താണ്? കോൺഗ്രസ് ഡോമിനൻസിനെ കുറിച്ചാണ് പറയുന്നത് ഈ ചാപ്റ്ററിനകത്ത്. നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ടും ഇന്ത്യയിലെ നാഷണൽ പാർട്ടികളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വരുന്നത് ആദ്യകാല പൊതുതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വിന്നറാകാനുള്ള റീസൺ എന്ത്, കോൺഗ്രസ് വിജയിക്കാനുള്ള റീസൺ എന്താണ്, പിന്നെ അതേപോലെ തന്നെ ഇന്ത്യക്കകത്തുള്ള പ്രധാനപ്പെട്ട, ഇന്ത്യ ഒരു മൾട്ടി പാർട്ടി കൺട്രിയാണ് അല്ലേ? അതായത് ഒരു വൺ പാർട്ടി സിസ്റ്റം അല്ല ഇന്ത്യ ഫോളോ ചെയ്യുന്നത്, 2 പാർട്ടി സിസ്റ്റവും അല്ല അല്ലെ? ഒരു പാർട്ടിയുള്ള രാജ്യവുമല്ല, 2 പാർട്ടിയുള്ള രാജ്യവുമല്ല അല്ലെ? എന്താണ്? ഒന്നിലധികം പാർട്ടികളുള്ള രാജ്യമാണ് ഇത് ഇന്ത്യ. അപ്പോൾ ഒരു മൾട്ടി പാർട്ടി കൺട്രിയാണ് ഇത് ഇന്ത്യ. അപ്പൊ ഇന്ത്യക്കകത്തുള്ള പ്രധാനപ്പെട്ട പാർട്ടികൾ, നാഷണൽ പാർട്ടികൾ ഏതൊക്കെ? ഇനി ആ പാർട്ടിയുടെ ഫാക്ഷൻസുകൾ, ഒരു പാർട്ടിയിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തു പോയ മറ്റു പാർട്ടികൾ, പാർട്ടിയുടെ മെയിൻ മെമ്പേഴ്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സുമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എന്താണ് മസ്റ്റായിട്ട് വരും ഈ ചാപ്റ്ററിൽ നിന്നും. അപ്പോൾ എവിടെ നിന്ന് വേണോ വൺ വേർഡ് വരാം. ചിലപ്പോൾ പാർട്ടിയും പാർട്ടിയുടെ മെമ്പേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം. അല്ലെങ്കിൽ എന്താണ്, ഇന്ന പാർട്ടിയുടെ ലീഡർ ആരാണ് എന്ന രീതിയിൽ ചോദിക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എന്തായാലും കണ്ടിരിക്കും. നമ്മൾ വൺ വേർഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ്? ചലഞ്ചസ് ഓഫ് ബിൽഡിംഗ് ഡെമോക്രസി, അതായത് ഡെമോക്രസി ബിൽഡ് ചെയ്യുന്നതിലെ വെല്ലുവിളി ആണ്. അതായത് ആഫ്റ്റർ ദി സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഓൾമോസ്റ്റ് ഓൾ ഏഷ്യൻ ആഫ്രിക്കൻ കൺട്രീസ് ടു ബിക്കെയിം ഇൻഡിപെൻഡൻസ് അല്ലേ? മിക്ക എന്താണ് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളും ഇൻഡിപെൻഡൻസ് ആവും. ഈ ഇൻഡിപെൻഡൻസ് ആവുന്ന ഏഷ്യൻ ആഫ്രിക്കൻ കൺട്രീസ്, തേർഡ് വേൾഡ് കൺട്രീസ്, മൂന്നാംകിട രാജ്യങ്ങൾ സ്വതന്ത്രമായി കഴിഞ്ഞു. എന്തിനു ശേഷം? ആഫ്റ്റർ ദി സെക്കൻഡ് വേൾഡ് വാർ അല്ലേ? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്തായി കഴിഞ്ഞു? ഇൻഡിപെൻഡൻസ് ആയി. അതായത് ഇൻഡിപെൻഡൻസ് ആവുക എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥമാക്കുന്നത് അവിടെ ഇമ്പീരിയലിസവും കൊളോണിയലിസവും എന്ത് ചെയ്യപ്പെട്ടു? അവിടെ ഡിമിനിഷ് ചെയ്യപ്പെടുന്നു അല്ലെ? സാമ്രാജ്യത്വവാദവും അതുപോലെ തന്നെ കോളനി വാഴ്ചയും തകർന്നു. എന്താണ്? എല്ലാ രാജ്യങ്ങളും യൂറോപ്യൻ ഇമ്പീരിയലിസവും കൊളോണിയലിസവും ഡിമിനിഷ് ചെയ്ത് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇൻഡിപെൻഡൻസ് ആയി. അപ്പൊ ഇൻഡിപെൻഡൻസ് ആകുന്ന ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലെ ചലഞ്ച്, അതല്ലെങ്കിൽ അവർക്ക് അതിനോടുണ്ടായിരുന്ന എന്താണ് ഒപ്പീനിയൻ എങ്ങനെയാണ്? അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സ്വതന്ത്രമായ മൂന്നാംകിട രാജ്യങ്ങൾ, അതായത് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസും ഈ പറയുന്ന രാജ്യങ്ങൾ എന്താണ്, മൂന്നാംകിട രാജ്യങ്ങൾ ഡെമോക്രസി പ്രാവർത്തികമാക്കുന്ന അല്ലെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ എന്താണ് പൂർണ്ണമായ സപ്പോർട്ട് കൊടുക്കുന്നില്ല. കാര്യം എന്താണ്? തേർഡ് വേൾഡ് കൺട്രീസ് ബിലീവ്ഡ് ദാറ്റ് ഡെമോക്രസി വാസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ദെയർ കൺട്രീസ്. ജനാധിപത്യം എന്താണ് അവർക്ക് സ്യൂട്ടബിൾ അല്ല എന്നാണ് അവർ പറയുന്നത്. ജനാധിപത്യം എന്തല്ല,
അവർക്ക് സ്യൂട്ടബിൾ അല്ല. ജനാധിപത്യം അവർക്ക് വേണ്ട, അവർക്ക് പറ്റില്ല. അവരുടെ രാജ്യത്ത് ഒരിക്കലും ജനാധിപത്യം എന്താകില്ല, സ്യൂട്ടബിൾ അല്ല എന്ന് പറയുന്നു. അതിനുള്ള റീസൺ എന്തെന്ന് പറഞ്ഞാൽ അവർ കോമൺ ആയിട്ട് പറയുന്നത് ഡെമോക്രസി സ്യൂട്ടബിൾ അല്ല എന്നുള്ളതിനുള്ള മെയിൻ റീസൺ അവരുടെ ഒപ്പീനിയൻ ഇതാണ്. അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഡെമോക്രാറ്റിക് സിസ്റ്റം വുഡ് ക്രിയേറ്റ് ഡിവിഷൻ ആൻഡ് കോൺഫ്ലിക്ട്സ് അമംഗ് ദി പീപ്പിൾസ്. ഡെമോക്രസി എന്താണ്, ജനങ്ങൾക്കിടയിൽ എന്താണ് ഡിവിഷൻസും അതുപോലെ തന്നെ കോൺഫ്ലിക്ട്സുമേ രൂപപ്പെടുത്തും. അതായത് ജനാധിപത്യം ജനങ്ങൾക്കിടയിൽ എന്താണ് വിഭജനവും അതുപോലെ തന്നെ എന്താണ് തർക്കങ്ങളുമാണ്, അല്ലെങ്കിൽ എന്താണ് ഫൈറ്റിങ്ങുമാണ് എന്ത് ചെയ്യുന്നത്, രൂപപ്പെടുത്തുന്നത്. കോൺഫ്ലിക്ട്സ്, അടിപിടി പോരാട്ടങ്ങളുമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതൊരു പീസ് കീപ്പിങ്ങിനെ ആര് പ്രൊമോട്ട് ചെയ്യില്ല, ഡെമോക്രസി പ്രൊമോട്ട് ചെയ്യില്ല. സോ അതുകൊണ്ട് ഡെമോക്രാറ്റിക് സിസ്റ്റത്തെ ആര് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, തേർഡ് വേൾഡ് കൺട്രീസ്, മൂന്നാംകിട രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്നാൽ ഈ പറയുന്ന സിസ്റ്റം പൂർണ്ണമായിട്ടും നമുക്ക് ഒരു ഡിവിഷൻസും അതുപോലെ തന്നെ എന്താണ് കോൺഫ്ലിക്ട്സും എറൈസ് ചെയ്യുന്ന ഒരു പോർഷൻ ആണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതായത് ജനാധിപത്യത്തിൽ പോസിറ്റീവായ മെഷേഴ്സുകൾ ഉണ്ട്. ഡെമോക്രസിക്ക് അകത്ത് എന്താണ് ഒരിക്കലും എന്താണ് നെഗറ്റീവായ മെഷേഴ്സ് മാത്രം പറ്റില്ല. അപ്പോൾ മൂന്നാംകിട രാജ്യങ്ങൾ വാദിക്കുന്നത് ഡെമോക്രസി എന്തിനൊക്കെ കാരണമാകും, ഡിവിഷൻസിനും കോൺഫ്ലിക്ട്സിനും ഒക്കെ കാരണമാകും. അതുകൊണ്ട് ഡെമോക്രസി അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് ദേ വേർ ഫസ്റ്റ് പ്രയോറിറ്റി യൂണിറ്റി റാദർ ദാൻ ഡെമോക്രസി. ജനാധിപത്യത്തിനേക്കാൾ അവർ ആദ്യ പ്രാധാന്യം കൊടുക്കുന്നത് അവർ യൂണിറ്റിക്കാണ്. അതായത് മൂന്നാംകിട രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ഡിസിൻറ്റഗ്രേറ്റഡ് ആയ നാഷൻസ് ആണ്, ശിഥിലീകരണം ഫേസ് ചെയ്യുന്ന രാജ്യങ്ങൾ. അതുകൊണ്ട് തന്നെ രാജ്യത്തിനകത്തുള്ള യൂണിറ്റി, ഐക്യത്തിനാണ് എന്ത് ചെയ്തത് അവർ പ്രാധാന്യം. ഇപ്പൊ ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആയി. ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആകുമ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് പ്രോബ്ലം തന്നെ ഡിസിൻറ്റഗ്രേഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ് ഇന്ത്യക്കകത്ത് പ്രോവിൻസ് ഒന്നും പ്രിൻസിലി സ്റ്റേറ്റ്സുകളൊന്നുമുള്ള എന്തുണ്ട് പ്രോബ്ലംസ് ഉണ്ട്, ഡിവിഷൻസ് ഉണ്ട്, പൊളിറ്റിക്കൽ ഡിവിഷൻസ് ഉണ്ട്. ഈ പറയുന്ന പ്രോവിൻസുകളെയും പ്രിൻസിലി സ്റ്റേറ്റ്സുകളെയും ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നത് ഇന്ത്യ ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം ആണ്. അപ്പൊ ഡിസിൻറ്റഗ്രേഷൻ എന്നുള്ളത് എന്താണ്, ഈ പറയുന്ന ന്യൂലി ഇൻഡിപെൻഡന്റ് കൺട്രീസ്, ദാറ്റ് മീൻസ് തേർഡ് വേൾഡ് കൺട്രീസ് ഫേസ് ചെയ്ത പ്രോബ്ലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെമോക്രസിക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാളും അവർ ആദ്യ മുൻഗണന എന്തിനു കൊടുക്കുന്നു, യൂണിറ്റി. അതായത് രാജ്യത്തിനകത്തൊരു ഏകീകരണം രൂപപ്പെടുത്തി എടുത്തിട്ട് എന്തിന് ജനാധിപത്യത്തിനുള്ള പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. അതായത് അവർ ഫസ്റ്റ് പ്രിഫറൻസ് എന്തിനാണ്, യൂണിറ്റിക്ക് നൽകുന്നു. എന്തിനേക്കാളും ഡെമോക്രസിയെക്കാളും പ്രാധാന്യം അവർ യൂണിറ്റിക്ക് നൽകുന്നു എന്ന് പറയും. സോ അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ തേർഡ് വേൾഡ് കൺട്രീസ്, മിക്ക മൂന്നാംകിട രാജ്യങ്ങളും എന്താണ് പറയുന്നത്, അവര് ഡെമോക്രസിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ജനാധിപത്യത്തെ എന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നോൺ ഡെമോക്രാറ്റിക് സിസ്റ്റമാണ് ഈ തേർഡ് വേൾഡ് കൺട്രീസ് എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് നോൺ ഡെമോക്രാറ്റിക് സിസ്റ്റം, അതായത് ജനാധിപത്യ ഇതര വ്യവസ്ഥയ്ക്കാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. ഡെമോക്രസി വേണ്ട, നോൺ ഡെമോക്രാറ്റിക് സിസ്റ്റത്തെ ആര് സപ്പോർട്ട് ചെയ്യുന്നു, ഈ മൂന്നാംകിട രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. തേർഡ് വേൾഡ് കൺട്രീസ് നോൺ ഡെമോക്രാറ്റിക് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. സോ സം സ്റ്റേറ്റ്സ് അഡോപ്റ്റ് നോമിനൽ ഡെമോക്രസി അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സിംഗിൾ ലീഡർ. അതായത് ചില ഏഷ്യൻ ആഫ്രിക്കൻ കൺട്രീസ് ഫോളോ ചെയ്യുന്നത് എന്താണ്, ഒരു ലീഡറിന്റെ ലീഡർഷിപ്പിലുള്ള നോമിനൽ ഡെമോക്രസിയാണ്. അതായത് പെർഫെക്റ്റ് ആയ ഡെമോക്രസി അല്ല ഫോളോ ചെയ്യുന്നത്, നോമിനൽ ഡെമോക്രസി അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് എ സിംഗിൾ ലീഡർ, അല്ലെ? അതായത് ഒരു ലീഡറിന്റെ ലീഡർഷിപ്പിലുള്ള ഒരു നോമിനൽ ഡെമോക്രസി ചില രാജ്യങ്ങൾ ഫോളോ ചെയ്യുന്നു. ഇനി മറ്റു ചില രാജ്യങ്ങളാണെങ്കിലോ അത് ഡെമോക്രസിയെ അല്ല, അവരെന്താണ് വൺ പാർട്ടി ഗവൺമെന്റ് അല്ലെങ്കിൽ മിലിറ്ററി ഗവൺമെന്റിനെ എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. അതായത് സം സ്റ്റേറ്റ്സ് അഡോപ്റ്റഡ് എയ്തർ ഡെമോക്രസി, അതായത് ഡെമോക്രസി വൺ പാർട്ടി ഡെമോക്രാറ്റിക് സിസ്റ്റം ഓർ മിലിറ്ററി ഗവൺമെന്റ് സിസ്റ്റം. ചില സ്റ്റേറ്റുകൾ വൺ പാർട്ടി സിസ്റ്റം അതുപോലെ തന്നെ മിലിറ്ററി ഗവൺമെന്റ് സിസ്റ്റം എന്ത് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു. അപ്പൊ ഇവര് രണ്ടുപേരും പെർഫെക്റ്റ് ആയ, അതായത് പ്യുവർ ആയ റിയൽ ആയ ഡെമോക്രസി എന്ത് ചെയ്യുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല. ആദ്യം പറഞ്ഞ ആൾക്കാർ ചില സ്റ്റേറ്റുകൾ നോമിനൽ ഡെമോക്രസി ഫോളോ ചെയ്യുന്നു, അതർത്ഥം അവിടെ ഒരു റിയൽ ഡെമോക്രസി പ്രാവർത്തികമാകുന്നില്ല. രണ്ടാമത്തെ മേഖല വൺ പാർട്ടി സിസ്റ്റമാണ്. അവിടെ ഡെമോക്രസി വരുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ഒരു പെർഫെക്റ്റ് അല്ല, റിയൽ ഡെമോക്രസി അല്ല.
നെക്സ്റ്റ് സ്റ്റേറ്റ്സ് എന്താണ്? മിലിറ്ററി ഗവൺമെന്റ് സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യ ആണെങ്കിൽ എന്താണ്? ഡെമോക്രസിയാണ് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത്. ഇൻഡിപെൻഡൻസ് ആയ ഇന്ത്യ എന്തുകൊണ്ട് ഡെമോക്രസി ഉൾക്കൊള്ളുന്നു? അതായത് തേർഡ് വേൾഡ് കൺട്രികളിൽ മിക്കവരും ഡെമോക്രസിയെ എന്താണ് അകറ്റി നിർത്തുമ്പോൾ അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യുമ്പോൾ ഇന്ത്യ എന്താണ് ഡെമോക്രസിയെ ഉൾക്കൊള്ളാനുള്ള റീസൺസ് പലതാണ്. ഇന്ത്യ ഡെമോക്രസി ഉൾക്കൊള്ളാനുള്ള റീസൺ, അതായത് നമ്മൾ മറ്റു രാജ്യങ്ങളെ പോലെയല്ല ജനാധിപത്യത്തിൽ താല്പര്യം കാണിക്കുന്നു. അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം? അതിൽ ഫസ്റ്റ് പോയിന്റ്, ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ വാസ് ഡീപ്ലി കമ്മിറ്റഡ് ടു ഡെമോക്രസി. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങൾ അറിയാം. നമ്മൾ ബ്രിട്ടനെതിരായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ലൊരു പിക്ചറുണ്ട്, ഫ്രീഡം സ്ട്രഗിളിന്റെ നല്ലൊരു പിക്ചറുണ്ട്. അപ്പൊ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ വാസ് ഡീപ്ലി കമ്മിറ്റഡ് ടു ഡെമോക്രസി, അല്ലെ? ജനാധിപത്യത്തിൽ നമ്മൾ നല്ലൊരു ഉൾക്കാഴ്ച കാണുന്നുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ സമരം വളരെയധികം ആഴത്തിൽ ആരുമായി റിലേറ്റ് ചെയ്യുന്നു? ഡെമോക്രസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്സ് റിയലി എൻവിസേജ്ഡ് ഡെമോക്രാറ്റിക് ഇന്ത്യ, അല്ലെ? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം തന്നെ വിഭാവനം ചെയ്യുന്നത് എന്താണ്? ഒരു ജനാധിപത്യ ഇന്ത്യയാണ്. അതായത് നമ്മൾ ബ്രിട്ടനോട് ഫൈറ്റ് ചെയ്യുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയാൽ നമ്മൾ എങ്ങനെയുള്ള രാജ്യമായിരിക്കണമെന്നാണ് നമ്മൾ അന്നേ ചിന്തിക്കുന്നത്. ഒരു ഡെമോക്രാറ്റിക് ഇന്ത്യ, ഒരു ജനാധിപത്യ ഇന്ത്യ ആക്കണം. അതായത് ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഇന്ത്യ എങ്ങനെയുള്ള ഇന്ത്യ? ഒരു ജനാധിപത്യ ഇന്ത്യയായിട്ട് മാറണം എന്നതിനെ കുറിച്ച് നമുക്ക് നല്ലൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതായത് എന്താ പറയുന്നത്? ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ വാസ് ഡീപ്ലി കമ്മിറ്റഡ് ടു ഡെമോക്രസി, അല്ലെ? അതായത് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾസിന് വളരെ ആഴത്തിലൊരു കമ്മിറ്റ്മെന്റ് ആരുമായിട്ടുണ്ട്? ഡെമോക്രസിയിലുണ്ട്. ഇനി അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്സ് റിയലി എൻവിസേജ് ഡെമോക്രാറ്റിക് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനങ്ങൾ വിഭാവനം ചെയ്യുന്നത് എങ്ങനെയുള്ള ഇന്ത്യയാണ്? ഒരു ഡെമോക്രാറ്റിക് ഇന്ത്യ, ഒരു ഡെമോക്രാറ്റിക് ഇന്ത്യ, അതായത് ഒരു ജനാധിപത്യ ഇന്ത്യയാണ് ആര് വിഭാവനം ചെയ്യുന്നത്? ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്സ് വിഭാവനം ചെയ്യുന്നത്. ഇനി ഇന്ത്യൻ ലീഡേഴ്സ് വെയർ ഫുള്ളി കോൺഷ്യസ് ഓഫ് ദ റോൾ ഓഫ് പൊളിറ്റിക്സ് ഇൻ ഡെമോക്രസി. ഇനി ഇത് ഫ്രീഡം സ്ട്രഗിൾ ആയി. ഇനി അടുത്തത് ഇന്ത്യയിലെ ലീഡേഴ്സിനെ എടുക്കാം. നാഷണൽ ലീഡേഴ്സ്, ഇന്ത്യയിലെ ഇന്ത്യൻ ലീഡേഴ്സ് വെയർ ഫുള്ളി കോൺഷ്യസ് ഓഫ് ദ റോൾ ഓഫ് പൊളിറ്റിക്സ് ഇൻ ഡെമോക്രസി. അതായത് എന്താണ്? ഡെമോക്രസി ജനാധിപത്യത്തിൽ രാഷ്ട്രീയത്തിനുള്ള റോളിനെ കുറിച്ച് നല്ലൊരു ബോധം ആർക്കുണ്ട്? ഇന്ത്യയിലെ ലീഡേഴ്സിനുണ്ട്. അതായത് ഇന്ത്യൻ ലീഡേഴ്സ് വെയർ ഫുള്ളി കോൺഷ്യസ് ഓഫ് ദ റോൾ ഓഫ് പൊളിറ്റിക്സ് ഇൻ ഡെമോക്രസി. അതായത് ഡെമോക്രസി ജനാധിപത്യത്തിനകത്ത് രാഷ്ട്രീയത്തിനുള്ള റോളിനെ കുറിച്ച്, പങ്കിനെ കുറിച്ച് നല്ലൊരു ബോധം ആർക്കുണ്ട്? ഇന്ത്യൻ ലീഡേഴ്സിനുണ്ട്, ഇന്ത്യൻ ദേശീയ നേതാക്കന്മാർക്ക് ഉണ്ട്. നെഹ്റു പോലുള്ള ഇന്ത്യൻ ദേശീയ നേതാക്കന്മാർക്കുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് ഡെമോക്രസി പ്രാവർത്തികമാക്കുന്നതിൽ, അല്ലെങ്കിൽ ജനാധിപത്യം എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ രാഷ്ട്രമായി മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ പിക്ചർ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് നല്ലൊരു ബോധം ആർക്കുണ്ട്? ഇന്ത്യയുടെ നാഷണൽ ലീഡേഴ്സിനുണ്ട്. അതിൽ നിന്ന് അവർ കാണുന്നത് ഇങ്ങനെയാ, പൊളിറ്റിക്സ്, അതായത് ഡെമോക്രസിയിലൂടെ പൊളിറ്റിക്സ് എന്ത് ചെയ്യാം? ജനാധിപത്യത്തിൽ രാഷ്ട്രീയത്തിന് നല്ലൊരു റോളുണ്ട്, പങ്കുണ്ട് എന്ന് ഇന്ത്യൻ ദേശീയ നേതാക്കന്മാർ പറയുന്നു. എന്നിട്ട് അവർ തന്നെ കാണുന്നു, അതായത് ഇന്ത്യൻ ലീഡേഴ്സ് പൊളിറ്റിക്സ് നോട്ട് ആസ് എ പ്രോബ്ലം. എന്താണ് പൊളിറ്റിക്സ് എന്തല്ല, പ്രശ്നമല്ല, പകരം എന്താണ്? ബട്ട് ആസ് എ വേ സോൾവിങ് പ്രോബ്ലംസ്. എന്താണ്? പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യാനുള്ള ഒരു വഴിയാണ് ഇത് പൊളിറ്റിക്സ്, രാഷ്ട്രീയം എന്ന് പറഞ്ഞ. രാഷ്ട്രീയം എന്തല്ല? പൊളിറ്റിക്സ് നോട്ട് ആസ് എ പ്രോബ്ലം. പൊളിറ്റിക്സ് എന്തല്ല? പ്രശ്നമേ അല്ല, പ്രശ്നം സൃഷ്ടിക്കുന്നതല്ല ഏത് രാഷ്ട്രീയം എന്ന് പറഞ്ഞ. പകരം എന്താണ്? ബട്ട് ആസ് എ വേ ഓഫ് സോൾവിങ് പ്രോബ്ലം. എന്താണ്? പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യാനുള്ള ഒരു വഴിയാണ് ഏത് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഡെമോക്രസി ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള മറ്റൊരു റീസൺ എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും ഡിസ്കസ് ചെയ്തു, ഇന്ത്യ എന്ന് പറയുന്ന ഡൈവേഴ്സിറ്റി കൺട്രിയാണ്, ഒരു വൈവിധ്യമുള്ള രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെ? അത് ഏതൊക്കെ മേഖലയിൽ ഡൈവേഴ്സിറ്റി ഡിഫറൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ അത് തന്നെ വ്യക്തമല്ല. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൊസൈറ്റി ദേ വേർ സെവറൽ ഗ്രൂപ്പ്സ് ആണ്.
അല്ലെ? അതായത് ഇന്ത്യക്കകത്ത് ഒരുപാട് വിഭാഗങ്ങളുണ്ട്. എങ്ങനെയുള്ളവരാ? ഹാവിങ് ഡിഫറെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് ആസ്പിറേഷൻ, വ്യത്യസ്തമായിട്ടുള്ള എന്താണ് ആഗ്രഹങ്ങളും താല്പര്യങ്ങളുമുള്ള ഒരുപാട് വിഭാഗം ജനത എവിടെ ഉണ്ട്? ഇന്ത്യക്കകത്തുണ്ട്. അപ്പൊ ഇവർ എന്താണ് ഡിഫറൻ്റ് ആയ ഇൻട്രസ്റ്റും അതുപോലെ ആസ്പിറേഷൻസും ഒക്കെയാണ് ഫോളോ ചെയ്യുന്നത്. ഇവരുടെ എന്താണ് ഈ ഇൻട്രസ്റ്റും ആസ്പിറേഷൻസ്, വ്യത്യസ്തമായ താല്പര്യങ്ങളും അതുപോലെ തന്നെ ആസ്പിറേഷൻസ്, ആഗ്രഹങ്ങളും ഒക്കെ പ്രൊമോട്ട് ചെയ്യണം, അത് സോൾവ് ചെയ്യണമെങ്കിൽ അതിനുള്ള നല്ലൊരു വഴി ഇന്ത്യയുടെ ലീഡേഴ്സ് കാണുന്നത് ഇങ്ങനെയാ. ദ ലീഡേഴ്സ് ഓഫ് ദ ഇൻഡിപെൻഡൻസ് ഇന്ത്യ റിയലൈസ്ഡ് ദാറ്റ് democratic politics is the best way to resolve difference among these various groups. അതായത് എന്താ പറയുന്നത്? The leaders of independence India realized that, അല്ലേ? അതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ നേതാക്കന്മാർ എന്താണ് മനസ്സിലാക്കുന്നു? എന്താണ് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ്? ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ്, ജനാധിപത്യ രാഷ്ട്രീയമാണ് നല്ലൊരു വഴി. എന്തിനുള്ള നല്ലൊരു വഴി? ടു റീസോൾവ് എന്താണ് ഡിഫറൻസ് എമംഗ് ദി വേരിയസ് ഗ്രൂപ്പ്സ്. ദീസ് വേരിയസ് ഗ്രൂപ്പ്സ്, എങ്ങനെയുള്ള വേരിയസ് ഗ്രൂപ്പ്സ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡിഫറൻ്റ് ആയ ഇൻട്രസ്റ്റും ആസ്പിറേഷൻസും ഫോളോ ചെയ്യുന്ന വേരിയസ് ഗ്രൂപ്പ്, വ്യത്യസ്തമായ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കൊണ്ടു നടക്കുന്ന ഇന്ത്യയിലെ പല വിഭാഗങ്ങളുടെയും ആ ഡിഫറൻസസിനെ എന്താണ് സോൾവ് ചെയ്യാനുള്ള ബെസ്റ്റ് വേ, നല്ലൊരു വഴി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് ആണ് എന്നാണ് നമ്മുടെ ലീഡേഴ്സ് കാണുന്നത്, നമ്മുടെ ദേശീയ നേതാക്കന്മാർ കാണുന്നത്. അപ്പൊ ഡെമോക്രസി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡെമോക്രസി ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള മറ്റൊരു റീസൺ എന്നാണ് നമ്മുടെ ദേശീയ നേതാക്കന്മാർ മുന്നോട്ട് വയ്ക്കുന്നത് ഇങ്ങനെയാണ്. എന്താണ്? ഇന്ത്യൻ സൊസൈറ്റി ദേ വേർ സെവറൽ ഗ്രൂപ്പ്സ്, അല്ലെ? ഇന്ത്യ എന്ന് പറഞ്ഞ ഇന്ത്യൻ സമൂഹം എന്ന് പറഞ്ഞ വ്യത്യസ്തമായ പല വിഭാഗങ്ങൾ അടങ്ങുന്നവരാണ് ഇന്ത്യൻ സമൂഹം. എങ്ങനെയുള്ള വ്യത്യസ്തത? ഹാവിങ് ഡിഫറെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് ആസ്പിറേഷൻസ്, വ്യത്യസ്തമായ ആഗ്രഹങ്ങളും താല്പര്യങ്ങളുമുള്ള ഒരുപാട് വിഭാഗം ജനങ്ങളുള്ള ഒരു രാഷ്ട്രമാണ് ഏതെന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞ. സോ അതുകൊണ്ട് ദ ലീഡേഴ്സ് ഓഫ് ദി നാഷണൽ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ദ ലീഡേഴ്സ് ഓഫ് ദ ഇൻഡിപെൻഡൻസ് ഇന്ത്യ, സ്വതന്ത്ര ഇന്ത്യയിലെ ദേശീയ നേതാക്കന്മാർ റിയലൈസ്ഡ് ദാറ്റ്, അവർ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. The democratic politics is the best way to resolve difference അല്ലെങ്കിൽ indifference among the various ഗ്രൂപ്പ്സ്. ഈ വ്യത്യസ്ത വിഭാഗക്കാരുടെ എന്താണ് വ്യത്യസ്ത വിഭാഗക്കാരുടെ പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യാനുള്ള നല്ലൊരു വഴി എന്ന് പറഞ്ഞത് എന്താണ്? ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ്. അതായത് വ്യത്യസ്ത ഡൈവേഴ്സിറ്റി ഫോളോ ചെയ്യുന്ന നാഷനാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആ ഡൈവേഴ്സിറ്റി സെക്ഷൻസിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള നല്ലൊരു മാർഗം ഏതെന്ന് പറഞ്ഞാൽ ഏതാണ്? ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ്. അതായത് നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വൈവിധ്യമായ രാഷ്ട്രം ആണ്. ഈ വൈവിധ്യതയ്ക്കകത്ത്, ഈ വൈവിധ്യത എന്ന് പറയുമ്പോൾ ഡിഫറൻ്റ് ആയ ലാംഗ്വേജ് ഉണ്ട്, ഡിഫറൻ്റ് ആയ റിലീജിയൻസ് ഉണ്ട്, ഡിഫറൻ്റ് ആയ കൾച്ചർ ഉണ്ട്. ഇങ്ങനെ എല്ലാത്തിലും ഡിഫറൻസ് ഫോളോ ചെയ്യുന്നു ഇന്ത്യ, അല്ലേ? അപ്പൊ ഈ ഡിഫറൻസിൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള എന്താണ് ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഈ വ്യത്യസ്ത വിഭാഗക്കാർ ഫോളോ ചെയ്യുന്നത് അവരുടേതായിട്ടുള്ള ഡിഫറൻ്റ് ആയ ഇൻട്രസ്റ്റും ആസ്പിറേഷൻസുമാണ്. അതായത് ഇപ്പൊ കേരളം, മലയാളം സംസാരിക്കുന്ന നമ്മൾ ഡിഫറൻ്റ് ആയ ഇൻട്രസ്റ്റും ആസ്പിറേഷനും ഫോളോ ചെയ്യുന്നവരാണ്, വ്യത്യസ്തമായ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഉൾക്കൊള്ളുന്നവരാണ്. ഇനി കേരളത്തിനകത്ത് തന്നെ വ്യത്യസ്തത ഉണ്ടല്ലോ. ഇനി റിലീജിയൻ എടുത്തു വയ്ക്കാലും അതുപോലെ തന്നെ കൾച്ചർ എടുത്തു വയ്ക്കാലും ഡിഫറൻസ് ആണ്, അല്ലെ? ഈ റിലീജിയസ് ബേസിലായാലും കൾച്ചറൽ ബേസിലായാലും നമുക്ക് ഡിഫറൻസ് ആയ ഇൻട്രസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ആസ്പിറേഷനും ഉണ്ട്. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങളുമുണ്ട്, അതുപോലെ താല്പര്യങ്ങളുമുണ്ട്. ഇതെല്ലാം റീസോൾവ് ചെയ്യാനുള്ള, ഈ ഇൻഡിഫറൻസ് റീസോൾവ് ചെയ്യുന്നതിനുള്ള ബെസ്റ്റ് വേ എന്ന് പറയുന്നത് എന്താണ്? ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് ആണ്, ജനാധിപത്യ രാഷ്ട്രീയം ആണ് എന്നാണ് നമ്മുടെ നാഷണൽ ലീഡേഴ്സ് പറയുന്നത്. സോ അതുകൊണ്ട് ഇന്ത്യാസ് അഡോപ്റ്റ് ഡെമോക്രസി. അതുകൊണ്ട് മറ്റു പല രാജ്യങ്ങൾ, ദാറ്റ് മീൻസ് തേർഡ് വേൾഡ് കൺട്രീസ് എന്താണ് ഡെമോക്രസിയെ എന്ത് ചെയ്യുന്നില്ല, ഒരു സെക്കൻഡ് ഗ്രേഡിൽ ഇടുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇന്ത്യ ഡെമോക്രസി എന്ത് ചെയ്യുന്നു? ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു. ഇനി ഇന്ത്യ ഡെമോക്രസി ഉൾക്കൊള്ളാനുള്ള ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞ എന്താണ്? ദ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ഓഫ് പൊളിറ്റിക്സ് ആർ പവർ ആൻഡ് കോമ്പറ്റീഷൻ, അല്ലെ? നമുക്കറിയാം പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അധികാരവും മത്സരവുമാണ്, അത് പറയേണ്ട ആവശ്യമില്ല, അല്ലെ? പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഓഫ് ദ പൊളിറ്റിക്സ്,
അല്ലെ? രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? പവർ ആൻഡ് കോമ്പറ്റീഷൻ ആണ്. പവർ എന്ന് പറഞ്ഞാൽ അധികാരം, ശക്തി. ഓക്കെ, ശക്തി എന്നുള്ളത് നമ്മൾ പല ടൈമിൽ പല സബ്ജക്റ്റിലും പല എന്താണ് ടൈമിൽ എന്ത് ചെയ്യുന്നു, അതിനെ ഡിഫൈൻ ചെയ്യുന്നു. പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ അധികാരം. ഓക്കെ, കോമ്പറ്റീഷൻ മത്സരവുമാണ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ, അല്ലേ? അത് ശരി തന്നെ. എങ്കിൽ തന്നെ എന്താണ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ആണ് ഇത് is the best way എന്തിനു വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഓഫ് ദ പബ്ലിക് ഇൻട്രസ്റ്റ്, അതായത് ജനങ്ങളുടെ താല്പര്യങ്ങൾ, പൊതുജനങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാനുള്ള നല്ലൊരു വഴി ഏതാണ്? പൊളിറ്റിക്സ്. അല്ലെ, ദാറ്റ് മീൻസ് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് ആണ്. അല്ലെ, ജനാധിപത്യ രാഷ്ട്രീയമാണ് ജനങ്ങളുടെ എന്താണ് ഇൻട്രസ്റ്റ്, അല്ലെ, ജനങ്ങളുടെ താല്പര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നല്ലൊരു മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ പറഞ്ഞ പോയിന്റുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ആൻഡ് കോമ്പറ്റീഷൻ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? അധികാരവും അതുപോലെ മത്സരവുമാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ, അല്ലെ? എന്ന് പറഞ്ഞ് അങ്ങ് രാഷ്ട്രീയത്തെ അധികാരത്തിനും മത്സരത്തിനും വേണ്ടിയിട്ടുള്ള ഒരു വടംവലിയാണ് പൊളിറ്റിക്സ് എന്ന് മാത്രം അങ്ങ് ആക്കി മാറ്റണ്ട, ഒരു നെഗറ്റീവ് സെൻസിൽ മാറ്റണ്ട. പകരം എന്താണ് ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ, ആ പൊളിറ്റിക്സിനകത്തുള്ള പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് എന്നാണ് പബ്ലിക് ഇൻട്രസ്റ്റ്, അല്ലെ? പൊതുജനങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് ഏത് ഈ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് പറയരുത്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അധികാരത്തിനും മത്സരത്തിനും വേണ്ടിയുള്ള വടംവലി മാത്രം അല്ല, അങ്ങനെ നെഗറ്റീവ് സെൻസിൽ അല്ല പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ. പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ്, അല്ലെ? എന്താണ്? പൊതുജനങ്ങളുടെ ഇൻട്രസ്റ്റ്, താല്പര്യങ്ങളെ പ്രൊട്ടക്ട് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഏതെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ. സോ ഈ പറയുന്ന ഇത്തരം ഫാക്ട്സുകൾ ഡെമോക്രസി ഉള്ളത് കൊണ്ട് തന്നെ, ദാറ്റ് മീൻസ് ഡെമോക്രസി കണ്ടെയ്ൻ ദീസ് ഫാക്ട്സ്, അല്ലെ? ജനാധിപത്യം ഇത്തരത്തിലുള്ള ഫാക്ട്സുകളെ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ ഇന്ത്യാസ് അഡോപ്റ്റഡ് ഡെമോക്രസി, ഇന്ത്യ എന്ത് സ്വീകരിച്ചിരിക്കുന്നു? ജനാധിപത്യം ഉൾക്കൊള്ളുന്നു. അപ്പൊ ജനാധിപത്യം ഇന്ത്യക്കകത്ത് പ്രാവർത്തികമാക്കണമെങ്കിൽ അങ്ങ് പെട്ടെന്ന് പ്രാവർത്തികമാക്കാൻ പറ്റില്ല. അതായത് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആകും. ഇൻഡിപെൻഡൻസ് ആകുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യക്കകത്തൊരു കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു. കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യുന്നതിന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്തു, ഭരണഘടന നിർമ്മാണ സഭ. ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് 1949 നവംബർ 26, 1949 നവംബർ 26 ഭരണഘടന എഴുതി തയ്യാറാക്കി. ആ ഭരണഘടന ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് എന്നാണ്? 1950 ജാനുവരി 26, 1950 ജനുവരി 26 എന്ത് ചെയ്യുന്നു? ആ ഭരണഘടന നിലവിൽ വരുന്നു. അതായത് എഴുതി പൂർത്തിയാക്കിയത് 1949 നവംബർ 26 അത് എന്താണ് ഔദ്യോഗികമായി നിലവിൽ വരുന്നത് 1950 ജാനുവരി 26, അല്ലെ? അപ്പൊ നമ്മുടെ ഭരണഘടന എന്തിനെ ഉൾക്കൊള്ളുന്നുണ്ട്? ഡെമോക്രസിയെ ഉൾക്കൊള്ളുന്നുണ്ട്, അല്ലെങ്കിൽ ജനാധിപത്യത്തെ ഉൾക്കൊള്ളുന്നു, അല്ലെ? ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആയത് മുതൽ, അതായത് ഇന്ത്യ സ്വതന്ത്രമായി 47 ഇന്ത്യ സ്വതന്ത്രമായി. തുടർന്ന് ഇന്ത്യക്കകത്ത് ഒരു ഇന്ററിംഗ് ഗവൺമെന്റ് നിലവിൽ വരും. അതായത് ഇടക്കാല ഗവൺമെന്റ് എന്ന് പറയും. ഇന്ററിംഗ് ഗവൺമെന്റ്, ഇടക്കാല ഗവൺമെന്റ്, അതായത് എന്താണ്? പെർമനന്റ് ഗവൺമെന്റ്, ടെമ്പററി ഗവൺമെന്റ്, താൽക്കാലിക ഗവൺമെന്റ്. അവിടെ ആ ഇന്ററിംഗ് ഗവൺമെന്റിനെ ഇലക്ട് ചെയ്യുന്നത് എന്താണ്? പീപ്പിൾ അല്ല. ദാറ്റ് മീൻസ് ജനറൽ ഇലക്ഷൻ, അതായത് പൊതു തെരഞ്ഞെടുപ്പിലൂടെ ഫോം ചെയ്യുന്നതല്ല ഏത് ഇന്ററിംഗ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ്? പൊതു തെരഞ്ഞെടുപ്പിലൂടെ എന്താണ് പ്രാവർത്തികമാകാത്ത ഒരു ഗവൺമെന്റ് സിസ്റ്റമാണ് ഇന്ററിംഗ് ഗവൺമെന്റ് എന്നാണ്. ജനങ്ങൾ തെരഞ്ഞെടുക്കാത്ത ഒരു ഗവൺമെന്റ്, ഒരു താൽക്കാലിക ഗവൺമെന്റ്, ഇന്ററിംഗ് ഗവൺമെന്റ് ഇന്ത്യക്കകത്ത് നിലവിൽ വരും. ആ ഇന്ററിംഗ് ഗവൺമെന്റ് ഇന്ത്യക്കകത്ത് ഡെമോക്രസി പ്രാവർത്തികമാക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നു. ഇന്ത്യക്കകത്തൊരു പൊതു തെരഞ്ഞെടുപ്പും ആ പൊതു തെരഞ്ഞെടുപ്പിലൂടെ എന്താണ്? ഇന്ത്യക്കകത്ത് പൂർണ്ണമായ ഒരു ജനാധിപത്യം നിലനിർത്താനുള്ള ഒരു പരിശ്രമത്തിന് തുടക്കം കുറിക്കുന്നു. ഇനി ഡെമോക്രസി എന്ന് പറയുന്ന സിസ്റ്റം ഇന്ത്യക്കകത്ത് പ്രാവർത്തികമാക്കണമെങ്കിൽ, ജനാധിപത്യത്തിന്റെ ഡെമോക്രസിയുടെ ഒരു പ്രിൻസിപ്പിൾസും ഇന്ത്യക്കകത്ത് എത്തിയില്ല, അത് ഇന്ത്യക്കകത്ത് ഓപ്പൺ ആക്കണമെങ്കിൽ എന്തൊക്കെ വേണം? അതിന്റെ ബേസിക് ഫാക്ട്സുകൾ എന്തൊക്കെ ആണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു പൊതു തെരഞ്ഞെടുപ്പ് ഇന്ത്യക്കകത്ത് നടത്തണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യ ഇലക്ഷൻ കമ്മീഷൻ എത്തുന്നു 1950, 1950 ഇലക്ഷൻ കമ്മീഷൻ. ഇതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ നമുക്കറിയാം. ഏതാണ്? 324. കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഇലക്ഷനും ഇലക്ഷൻ കമ്മീഷനും ഒക്കെ പഠിച്ചു.
ഇലക്ഷൻ കമ്മീഷൻ 324 ആർട്ടിക്കിളിൽ പ്രതിപാദിക്കുന്നു. ഇന്ത്യയിൽ ആദ്യ പൊതുതെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നു 1950. ഇതിൽ ഇപ്പോഴും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഒരു സുകുമാർ സെൻ, അതായത് 2-3 തവണത്തെ പ്രീവിയസ് ക്വസ്റ്റ്യനിലുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ഇന്ത്യയുടെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. അത് ഇപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇലക്ഷൻ നടത്തണം, ഇന്ത്യക്കകത്ത് ഡെമോക്രസി പ്രാവർത്തികമാക്കണം എങ്കിൽ ഒരു ജനറൽ ഇലക്ഷൻ വേണം. ഇന്ററിം ഗവൺമെന്റ് പോരാ, ഇടക്കാല ഗവൺമെന്റ് പോരാ. ഇടക്കാല ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ജനറൽ ഇലക്ഷൻ അല്ലെ, പൊതു തെരഞ്ഞെടുപ്പ് ഇല്ലാത്ത ഗവൺമെന്റ് ആണ് ഇന്ററിം ഗവൺമെന്റ്. അവിടെ ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ല. അപ്പൊ നമുക്കൊരു ജനങ്ങളുടെ സപ്പോർട്ടോട് കൂടി ഒരു ഗവൺമെന്റ് സിസ്റ്റം ഇന്ത്യക്കകത്ത് വരണം. അപ്പോൾ ഒരു ജനറൽ ഇലക്ഷൻ വേണം. അപ്പൊ ഫസ്റ്റ് ജനറൽ ഇലക്ഷന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ എത്തിക്കഴിഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ വരുന്നു. തുടർന്ന് 1950 ഇലക്ഷൻ കമ്മീഷൻ, ആർട്ടിക്കിൾ 324. അത് ഓർത്തിരുന്നാൽ മതി. ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ. ഇനി നെക്സ്റ്റ്, ഡ്രോയിങ് ദ ബൗണ്ടറീസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആൻഡ് പ്രിപ്പയറിംഗ് ഇലക്ടറൽ റോൾ. അതായത് വോട്ടർ പട്ടിക തയ്യാറാക്കണം. അതുപോലെ തന്നെ നിയമനിർമ്മാണ, അതായത് നമുക്കറിയാം കോൺസ്റ്റിറ്റ്യുവൻസീസുകൾ, അതായത് നമുക്ക് നിയോജക മണ്ഡലങ്ങളുണ്ട്. കോൺസ്റ്റിറ്റ്യുവൻസീസുകൾ ഓരോന്നായിട്ട് അതിന്റെ ബൗണ്ടറീസുകൾ എന്ത് ചെയ്യണം? വരയ്ക്കണം, അതായത് രൂപപ്പെടുത്തി എടുക്കണം. ഇന്ന് കാണുന്നത് പോലെ കോൺസ്റ്റിറ്റ്യുവൻസീസുകൾ എന്ത് ചെയ്യണം? രൂപപ്പെടുത്തണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഇന്ത്യക്കകത്ത് നടത്തും. നിയോജക മണ്ഡലങ്ങൾ ഇന്ത്യക്കകത്ത് രൂപപ്പെടുത്തണം. നിയോജക മണ്ഡലങ്ങളുടെ അതിർവരമ്പുകൾ രൂപപ്പെടുത്തുന്ന റോള്, പിന്നെ അതേപോലെ തന്നെ വോട്ടർ പട്ടിക രൂപപ്പെടുത്തുന്ന റോള്. ആദ്യകാല നിയോജക മണ്ഡലങ്ങൾ രൂപപ്പെടുത്തുന്നതിലൊക്കെ ഒരുപാട് എന്തുണ്ട്? ഫാൾട്ടുകൾ ഇന്ത്യക്കകത്തുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ടറൽ റോള്, അതായത് തെരഞ്ഞെടുപ്പ് പട്ടിക തയ്യാറാക്കുന്നതിലും ഒരുപാട് മിസ്റ്റേക്കുകൾ ഇന്ത്യക്കകത്ത് ഉണ്ടായിട്ടുണ്ട്. മിസ്റ്റേക്കുകൾ മാത്രം പറയുന്നതല്ല എങ്കിൽ തന്നെ, അതായത് ആദ്യകാലത്ത് ഒരുപാട് സ്ത്രീകൾക്ക് ഫസ്റ്റ് വോട്ടർ പട്ടികയിൽ, അതായത് ഇലക്ടറൽ റോളിൽ എന്തല്ല അവരുടെ പേരുകൾ ആഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നയാളുടെ വൈഫ്, ഇന്നയാളുടെ മകൾ എന്ന ലേബലിലല്ലാതെ ഡയറക്റ്റ് ആയിട്ട് അവരുടെ പേരുകൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരുപാട് ഇൻഇക്വാളിറ്റീസ് ഫസ്റ്റ് ഇലക്ഷനിലുണ്ട്, ഇന്ത്യക്കകത്ത് നടന്നിട്ടുണ്ട്. അതായത് ഒരുപാട് ഇല്ലിറ്ററേറ്റ്സ് ഉള്ള രാജ്യമായിരുന്നു ഇന്ത്യ. നിരക്ഷരതുള്ള രാജ്യമാണ് ഏത്? ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ആദ്യകാല എലിജിബിൾ വോട്ടേഴ്സും എല്ലാവരും ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റഡ് അല്ല. അപ്പോൾ ഇലക്ഷൻ പൂർണ്ണമല്ല എങ്കിൽ തന്നെ നമ്മൾ ഡെമോക്രസി ഉൾക്കൊള്ളുന്നു. കാലക്രമേണ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രിയായി മാറുന്നു. അതായത് ആദ്യകാലത്ത് ഇലക്ഷൻ ഡെവലപ്ഡ് കൺട്രികളിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതായത് മെയിനായിട്ട് യൂറോപ്യൻ കൺട്രീസിലും അതുപോലെ നോർത്ത് അമേരിക്ക, അതായത് USA മാത്രമാണ് ഇലക്ഷൻ നടന്നിട്ടുള്ളത്. ഒരു ഡെവലപ്പിംഗ് നാഷൻ, ദാറ്റ് മീൻസ് തേർഡ് വേൾഡ് ആയ, അതായത് കൊളോണിയലിസത്തിൽ നിന്നും എസ്കേപ്പ് ചെയ്ത, കോളനി വാഴ്ചയിൽ നിന്നും സ്വതന്ത്രമായ ഒരു രാജ്യത്ത് ആദ്യമായിട്ടൊരു തെരഞ്ഞെടുപ്പ്, അത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്താണ്. അതുകൊണ്ട് തന്നെ പത്രങ്ങളിൽ ഇങ്ങനെയാ പറയുന്നത്, ബിഗ്ഗസ്റ്റ് ഗാംബിൾ ഓഫ് ഹിസ്റ്ററി അല്ലെ, ചരിത്രത്തിൽ ഏറ്റവും വലിയ ചൂതുകളി എന്ന് വിശേഷിപ്പിക്കുന്നു, അല്ലെങ്കിൽ പറയുന്നു. വിശേഷണമല്ല, ഒരു നിർവചനം പറയുന്നുണ്ട്. പത്രങ്ങളിൽ ആദ്യകാല പൊതു തെരഞ്ഞെടുപ്പിലെ ദ ബിഗ്ഗസ്റ്റ് ഗാംബിൾ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നു. അതായത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതുകളിയാണ്. ചൂതുകളിയായിട്ട് നിർവചിക്കുന്നു. എന്തിനെ? ആദ്യകാല പൊതു തെരഞ്ഞെടുപ്പിന് 51 തൊട്ട് തുടങ്ങുന്നു. 1951 ഒക്ടോബർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ഇലക്ഷൻ. അത് 1952 ഇലക്ഷൻ പ്രാവർത്തികമാക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ എന്നാണെന്ന് വെച്ചാൽ 51 അവസാനത്തിൽ തുടങ്ങുന്നെങ്കിൽ തന്നെ നമ്മൾ പറയുന്നത് 52 അതായത് ഇന്ത്യയിൽ ആദ്യകാല പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം എന്നു വെച്ചാൽ എന്താണ് 1952 1952 ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് ഓർത്തിരിക്കണം. ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് എന്നാണ് 1952 1952 ഇലക്ഷൻ നടക്കുന്നു. ഇലക്ഷനകത്ത് ഒരുപാട് കംപ്ലൈന്റ് ഉണ്ട്. പക്ഷേ ആ കംപ്ലൈന്റുകളൊക്കെ ഗ്രാജുവലി കാലക്രമേണ ഇന്ത്യ സോൾവ് ചെയ്ത് ഇലക്ഷനെ മുന്നോട്ട്
കൊണ്ടുപോയി ഇന്ന് എന്താണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് ജനാധിപത്യ നാഷനായിട്ട് ആര് മാറി? ഇന്ത്യ മാറിയിരിക്കുന്നു. ഓക്കെ, ആദ്യകാലത്ത് വടക്കേ അമേരിക്കയിലും മോസ്റ്റ് യൂറോപ്യൻ കൺട്രീസ്, മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും മാത്രമേ അതുള്ളൂ ഈ ഇലക്ഷൻ ഉള്ളൂ. പക്ഷെ കാലം മാറി. എന്താണ്? ഇന്ന് ഡെമോക്രസിയെ കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരു നാഷനായിട്ട് ആര് വന്നു? ഇന്ത്യ വന്നിരിക്കുന്നു. അതിന്റെ വിജയം എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യകാല നാഷണൽ ലീഡേഴ്സിന്റെയും അതുപോലെ ഇലക്ഷൻ കമ്മീഷന്റെയും സപ്പോർട്ടാണ്, അല്ലെങ്കിൽ എഫർട്ട് ആണ്. ആദ്യ ഇലക്ഷൻ കമ്മീഷണർ ചോദിച്ചിട്ടുണ്ട്, സുകുമാർ സെൻ. ഇവരുടെ എല്ലാം പരിശ്രമ ഫലമായിട്ട് ഡ്രോയിങ് ദ ബൗണ്ടറീസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആൻഡ് പ്രിപ്പയർ ഇലക്ടറൽ റോൾ, എന്താണ് തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയും തയ്യാറാക്കി അതുപോലെ തന്നെ നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തികളും നിർണയിച്ചുകൊണ്ട് ആദ്യകാല പൊതു തെരഞ്ഞെടുപ്പുകൾ നടന്നു. 3200ഓളം MLA സീറ്റുകളിലേക്കുള്ള ഇലക്ഷനുകളും 480ഓളം ലോക്സഭ MP സീറ്റുകളിലേക്കുള്ള ഇലക്ഷനും ആദ്യകാലത്ത് ഇന്ത്യക്കകത്ത് നടന്നു. ഇനി നമുക്ക് ആദ്യകാല പൊതു തെരഞ്ഞെടുപ്പിന്റെ പിക്ചറാണ് നോക്കാനുള്ളത്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ആദ്യകാല പൊതു തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ എന്താണ്? കോൺഗ്രസ് ഡോമിനൻസ് ആണ് പാർട്ടി പറയുന്നത്. എന്താണ് രാഷ്ട്രീയം പറയുന്നതല്ല. കോൺഗ്രസ് ഡോമിനൻസ് ആണ്, കോൺഗ്രസ് ആധിപത്യമാണ്. അതായത് ഒരു മൾട്ടി പാർട്ടി സിസ്റ്റം നിലനിൽക്കുന്ന ഒരു രാജ്യമായിട്ടും എന്താണ് കോൺഗ്രസ് ഡോമിനൻസ് ഇന്ത്യക്കകത്ത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. കോൺഗ്രസിന്റെ ആധിപത്യം ഇന്ത്യക്കകത്ത് എസ്റ്റാബ്ലിഷ്ഡ് ആണ് ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് തൊട്ടേ. ഇന്ററിം ഗവൺമെന്റിലും അവരുടെ പിക്ചർ തന്നെയാണ്. അതായത് ഇടക്കാല ഗവൺമെന്റ് നിലനിൽക്കുമ്പോഴും എന്താണ് ആരുടെ ആധിപത്യം അല്ലെങ്കിൽ ആര് തന്നെയാണ് അതിനകത്ത് നിൽക്കുന്നത്? കോൺഗ്രസ് തന്നെ നിൽക്കുന്നു. പിന്നെ ഇന്ത്യക്കകത്ത് ജനങ്ങൾ ഇലക്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റ്, ജനറൽ ഇലക്ഷനിലൂടെ വരുന്ന ഇലക്ഷൻ വരുമ്പോഴും കോൺഗ്രസ് തന്നെയാണ് അധികാരത്തിൽ വരുന്നത്. അപ്പൊ ആദ്യകാല കോൺഗ്രസ് ഡോമിനൻസ് എന്തുകൊണ്ട് കോൺഗ്രസിന്റെ ഡോമിനൻസ് ഇന്ത്യക്കകത്ത് നിലവിൽ വന്നു എന്നതിനെ കുറിച്ച് ഈ ക്വസ്റ്റ്യൻ എല്ലാ വർഷവും വന്നിട്ടുണ്ട്. മിക്കപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ആദ്യകാല പൊതു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ഡോമിനൻസ് ഇന്ത്യക്കകത്ത് നിലനിൽക്കാനുള്ള റീസൺ എന്തൊക്കെയാണ്, കാരണങ്ങൾ എന്തൊക്കെ ആണ് എന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കടന്നിരിക്കുന്നു. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ മെയിൻ പോർഷൻസിൽ എത്തിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വീഡിയോ കണ്ട് ഡൗട്ട് ഉള്ള ഭാഗം നിങ്ങൾ ഗ്രൂപ്പിൽ അയക്കണം. എല്ലാവർക്കും നന്ദി.